അമ്മ കാത്തിരിക്കായിരുന്നു മോളെ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വാ, അമ്മയുടെ അടുത്തേക്ക് വാ. അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അമ്മയുടെ കാലുണ്ടോ? ഇത് കണ്ടോ മോളെ? അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. മോള് അമ്മയുടെ അടുത്തേക്ക് വാ, കാണട്ടെ. എൻ്റെ കുഞ്ഞങ്ങ് വളർന്നു പോയല്ലോ, വലിയ കുട്ടിയായി. മോള് വാ, അമ്മ ചോറ് തരാം. മോൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തരാം അമ്മ. അമ്മയെ വിട്ട് ഇനി മോൾ എങ്ങോട്ടും പോവരുത്. പോവോ? പറ മോളെ, അമ്മയെ വിട്ട് മോള് പോവോ? ഇല്ല, എന്റെ മോളെ ഞാൻ എങ്ങോട്ടും ഇനി വിടില്ല. അമ്മയുടെ കൂടെ തന്നെ നിന്നാ മതി. മോളിങ്ങോട്ട് വാ, വാ മോളെ, വാ. അമ്മ ഒന്ന് തൊട്ടോട്ടെ, വാ. അമ്മയുടെ അടുത്തേക്ക് വാ. അമ്മയ്ക്ക് വരാൻ പറ്റുവാണെങ്കിൽ അമ്മ അങ്ങോട്ട് വന്നേനെ. അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല മോളെ, അമ്മയുടെ കാല് വേദനിക്കുക. ഇവരെല്ലാരും കൂടെ എന്നെ കെട്ടിയിട്ടേക്കും. വാ, അമ്മയുടെ അടുത്തേക്ക് വാ, അമ്മ കാണട്ടെ. വാ മോളെ. മോളെ, അമ്മയുടെ കുഞ്ഞെന്ത് സുന്ദരിയാണോ. ആദ്യം കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ. മോൾക്ക് എന്താ വേണ്ടേ? അമ്മ ഉണ്ടാക്കി തരാം. പാൽപ്പായസം വേണോ? ഉണ്ണിയപ്പം വേണോ? അമ്മയോട് പറ. മോളെ, മോൾക്ക് ഏത് പാട്ടാ അമ്മ പാടിത്തരണ്ടേ? പറ. മോള് പറയുന്നതൊക്കെ അമ്മ കേൾക്കും. അമ്മയെ വിട്ട് മോളെ എവിടെയും പോവാതിരുന്നാ മതി. അമ്മ പൊന്നു പറഞ്ഞു നോക്കും മോളെ. പറ മോളെ, അമ്മ എന്താ ചെയ്തു തരണ്ടേ മോൾക്ക്? പറ. ഇനി പറ, എന്താ നിനക്ക് പറയാനുള്ളേ? എടാ, അത് പിന്നെ എന്താ മോനെ ഒരു മുഖവരയൊക്കെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആയി. സസ്പെൻസ് ഇടാതെ കാര്യം പറയാതാണ്ടി. എടാ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാനും ഇന്ദും കൂടെ അവിടെ പ്രണയിച്ച് കല്യാണം കഴിച്ച് വന്നൊന്നുമല്ല. എനിക്ക് അവളോട് അങ്ങനെ ഒരു താല്പര്യം പോലും ഇല്ലായിരുന്നു. അവൾക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അവളെ കണ്ടിട്ടില്ല. ആ സുന്ദരി കൊച്ചിനോട് നിനക്ക് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ലാന്നോ? അങ്ങനെ ചോദിച്ചാൽ നീ എന്നോട് ഇടയ്ക്ക് ചോദിച്ചില്ലേ നിനക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോയെന്ന്. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇവളുടെ മുഖം. അത് ചെറിയൊരു ക്രഷ് മാത്രം. അല്ലാതെ ഞാൻ അവളെ നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ആ രീതിക്ക് കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ ഇത് കല്യാണം വരെ എത്തി? ഡാരു, ഇത് തമാശയല്ല. ഒരു പെൺകൊച്ചിൻ്റെ ലൈഫ് വെച്ചാണോ നീ കളിക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്ദ്ര, അവളിനി തിരിച്ചു വരാൻ പോകുന്നില്ല. എടാ, അവളിനി വരാൻ പോകുന്നില്ല. നീ മരിച്ചു പോയ അവൾക്ക് വേണ്ടി ഈ കൊച്ചിൻ്റെ ലൈഫ് കളയരുത്. നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ പണിക്ക് നിന്നത്? നിന്നിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല ആരും. ഇപ്പോൾ ഈ ലോകത്ത് ഒരുപാട് സന്തോഷിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിൻ്റെ അമ്മയുണ്ട്. ആൻറ്റി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എടാ, ഞാൻ എല്ലാം ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ഇന്ദ്രയാ. അതാ നിൻ്റെ പ്രശ്നം. എടാ, എന്നോ പോയ ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചിരിക്കാതെ നീ നിൻ്റെ ലൈഫ് നോക്കടാ. ഇങ്ങനൊന്നും പറയല്ലടാ ജിഷു. എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഈ കൊച്ചിൻ്റെ ജീവിതം കൊണ്ടേ കളഞ്ഞത്? നിന്നെക്കാളും എത്രയോ നല്ല ചെക്കന്മാരെ ഈ കൊച്ചിന് കിട്ടുമായിരുന്നു. നിനക്ക് പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞുകൂടായിരുന്നു ആരും. വെറുതെ കൊച്ചിൻ്റെ ജീവിതം വെച്ച് അമ്മാനാടാൻ വേണ്ടി. അവളുടെ ലൈഫ് ഞാൻ കാരണം പോവണ്ടെന്ന് കരുതിയ ഞാൻ. ഇപ്പം ആ കൊച്ചിൻ്റെ ലൈഫ് നിൻ്റെ കയ്യിൽ ഭദ്രമാണല്ലോ അല്ലേ? എടാ, ഇതിനടാ ചതിയെന്ന് പറയുന്നത്. പോട്ടെ, കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞ്. ഇനി ഇന്ദ്രയെ നീ മറക്കണം, ഇന്ദുവിനെ നീ സ്നേഹിക്കണം. അവളിപ്പം നിൻ്റെ ഭാര്യ. അവൾ നിന്നിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും ആരു. എടാ, എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ലടാ. അവളെ കയറി പിടിക്കാനും കിസ് ചെയ്യാനൊക്കെ നിനക്ക് പറ്റും. എന്നാലും ആരു, നീ എങ്ങനെയാ ഇത്രയും അതമ്പതിച്ച് പോയത്? കുറച്ച് മദ്യമകത്ത് ചെന്നെന്നും കരുതി ഒരു പെങ്കൊച്ചിനോട് ഇങ്ങനെയൊക്കെ. എന്നിട്ട് അവൻ പറയുക അവൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ലെന്ന്. ആ പാതിരാത്രിക്ക് നീ ആ കൊച്ചിനെ കിസ് ചെയ്തപ്പോൾ നീ എങ്ങനെയാണ് അവളെ കണ്ടത്? എന്താണ്, നിനക്കൊന്നും പറയാനില്ലേ? നീ നിന്റെ ഭാഗം എത്ര ക്ലിയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നീ ആ കൊച്ചിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആരും, ഞാനൊരു കാര്യം പറയാം. നീ ഇന്ദ്രയ്ക്ക് വേണ്ടി ഈ കൊച്ചിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ദ്ര പോലും നിനക്ക് ക്ഷമിച്ചു തരുമെന്ന് നീ കരുതണ്ട. നിനക്ക് തോന്നുന്നുണ്ടോ ആരു നിനക്ക് ഇന്ദ്രയോടുള്ളത് പരിശുദ്ധ പ്രണയമാണെന്ന്? ആയിരുന്നിരിക്കാം. പക്ഷെ നീ അവിടെ പോയതിനു ശേഷം നിനക്ക് ഈ കൊച്ചിനെ ഇഷ്ടമാണ്. എനിക്കത് മനസ്സിലാവും. വീണ്ടും നീ ഇന്ദ്ര എന്നൊരു ചാപ്റ്റർ കൊണ്ടുവരുന്നു. ഈ കൊച്ചിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നു. എന്നാൽ നിന്റെ പരിശുദ്ധ പ്രണയത്തിന് തിരശീല വീണത് ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ്. അന്നത്തോടെ തീർന്നാരും നിന്റെ പരിശുദ്ധ പ്രണയം.
ഒരപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് ആ കൊച്ചിനെ കൈവിടരുത്. എനിക്കെൻ്റെ ഇന്ദ്രയെ പോലെ തന്നെ ആ കൊച്ചിപ്പോൾ. എല്ലാവർക്കും ഓരോ മനസ്സുണ്ടടാ, നീ അത് മനസ്സിലാക്ക്. ഇന്ദ്ര ഇനി വരുമെന്ന് നമുക്കറിയില്ല. വരികയാണെങ്കിൽ തന്നെ അവളെ ഞാൻ നോക്കും പൊന്നു പോലെ. അവൾക്ക് ഒരു പരാതിയും കാണില്ലടാ. നീ ചെയ്തത് നല്ല കാര്യമായെന്ന് മാത്രമേ അവൾ പറയൂ. ദയവേത് ആ കൊച്ചിനെ കരയിപ്പിക്കലടാ. ആ കണ്ണീര് നിന്നെ കൊണ്ടേ പോവും. വാ പോവാം. ഇനിയിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നീ എന്തായാലും ആലോചിക്കും നന്നായിട്ട്. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ എന്തായാലും എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമെങ്കിൽ നീ കേൾക്കും, അല്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഹലോ. ആ അവളവിടെ ഞാൻ വരുമ്പോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അമ്മ. എവിടെ പോയി? അയ്യോ, സ്ഥലമൊന്നും അറിയില്ല അവൾക്ക്. ഞങ്ങളിതേ വരുന്നു. എന്താടാ? എടാ, ഇന്ദുവിനെ കാണാനില്ലെന്നോ? ആടാ, ഞാൻ വരുമ്പോൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. വാ പോയി നോക്കാം. കൊച്ചിതെവിടെ പോയി? അറിയില്ല ഏട്ടാ, അവനെയും കാണുന്നില്ല. എങ്കിൽ പിന്നെ അവർ രണ്ടുപേരും കൂടെ പുറത്തെങ്ങാനും പോയി കാണും. എന്നാലും പറയാതെ പോവോ ഏട്ടാ? ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് ഏട്ടത്തി സംസാരിക്കുന്ന കേൾക്കുന്നില്ലേ? അയ്യോ, ആ കൊച്ചെങ്ങാനും അങ്ങോട്ട് പോയി കാണോ? അതിനെ ഉപദ്രവിക്കും. മോളെ, നിങ്ങളിത് കണ്ടോ? എന്റെ മോള് വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ മോള് വരുമെന്ന്? ഇപ്പൊ കണ്ടോ എന്റെ മോള് വന്നത്? മാമ, അമ്മ അവിടെ ഉണ്ടോ? എല്ലാരും ഉണ്ട്. ഓ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ. മനുഷ്യനാകെ തീ തിന്നു. ഞാൻ കരുതി കൊച്ചു നിന്റെ കൂടെ വന്നതാണെന്ന്. ഞാൻ നോക്കിയപ്പോ നിങ്ങൾ രണ്ടിനെയും കാണുന്നില്ല. നിങ്ങൾ പുറത്തെങ്ങാനും പോയി കാണുമെന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കുമ്പോഴാ ഏട്ടത്തിയുടെ റൂമിൽ നിന്ന് സംസാരം കേൾക്കുന്നത്. ചെന്ന് നോക്കിയപ്പോ അവൾ അവിടെ ഉണ്ട്. ആരും നീ കണ്ടോ? ജിഷു മോനെ, നമ്മുടെ മോള് വന്നു. അമ്മ ഇവിടെ മോളായി ഏറ്റെടുത്തോ? ജിഷു, നീ ഇത് കണ്ടോ? നമ്മുടെ മോളെ കണ്ടോ? നീ എന്താ ഇവളോട് മിണ്ടാത്തെ? നോക്കിക്കേ, അവള് നന്നായിട്ട് വളർന്നു പോയി. ഈ മരുന്നൊന്ന് കുടിച്ചേ. എനിക്ക് വേണ്ട മോളെ, ഒന്ന് പറയോ കുടിക്കാൻ? അമ്മ, ഈ മരുന്ന് ഒന്ന് കുടിച്ചേ. കുടിക്കണോ? കുടിക്കമ്മ, ഞാനല്ലേ പറയുന്നേ, കുടിക്കേ. മോളെ, അമ്മയ്ക്ക് നല്ല ഉറക്കം വരിക. അമ്മ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. അമ്മ ഉറങ്ങിക്കോ. മോളെ എവിടെയും പോവല്ലേ, അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണേ. അമ്മ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അമ്മ ഉറങ്ങിക്കോ. അങ്കിളെ, ഞാൻ വീട്ടിലേക്ക് പോവാ, പിന്നെ വരാം. മോള് പോയിക്കോ. കൊറേ സമയമായില്ലേ ഇവിടെ വന്ന് പെട്ടിട്ട്. പരവായില്ല അങ്കിളെ. ആരവേ? അമ്മയ്ക്ക് എന്ത് പറ്റിയതാ? കുറെ പറഞ്ഞല്ലോ മോള് വന്നു, ഇനി എങ്ങോട്ടും വിടില്ല, അമ്മയെ വിട്ട് എങ്ങോട്ടും പോവല്ലേന്നൊക്കെ. അവരുടെ മോൾക്ക് എന്ത് പറ്റിയതാ? എനിക്ക് തോന്നുന്നു എന്നെ കണ്ടിട്ട് അവരുടെ മോളെപ്പോലെ തോന്നിക്കാണും അല്ലേ ആരവേ? ആരവേ, അവർക്ക് എന്നാച്ച്? എതൊക്കെ അവരെ ചങ്ങല കെട്ടി വെച്ചേക്കുന്നേ? അപ്പച്ചിയുടെ മാനസിക സ്ഥിതി ശരിയല്ല. ചില സമയത്ത് അസുഖം കൂടുമ്പോൾ ഇറങ്ങി ഓടുക, ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നത്. അസുഖം ഒന്ന് ഭേദമായെന്ന് തോന്നിയാൽ അതൊക്കെ ഊരി മാറ്റും. പിന്നെ ആൾ ആ റൂം വിട്ട് വേറെ അങ്ങോട്ടും പോയില്ല. അപ്പച്ചി എങ്ങനെയാ ഇങ്ങനെ ആയത്? അവരുടെ മോളെങ്കേ? ഇന്ദ്ര, അതാ അവളുടെ പേര്. അന്ന് അവൾക്കും ആവുവിനൊക്കെ 5 വയസ്സേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിനക്കും. എൻ്റെ അച്ഛനും അങ്കിളും കുട്ടിക്കാലം തൊട്ടുള്ള കൂട്ടുകാരായിരുന്നു. അവർ ബാംഗ്ലൂരായിരുന്നു. അവിടെ അവർക്ക് ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, പഴയൊരു സുഹൃത്ത്. അവരെ കാണാൻ വേണ്ടി ഇന്ദ്രയും ആൻറ്റിയും അങ്കിളും എൻ്റെ അച്ഛനും കൂടെ പോയതാ. പിന്നെ തിരിച്ചു വന്നത് എൻ്റെ അച്ഛൻ്റെ ബോഡിയും ഒരുപാട് പരിക്കുകളായിട്ട് അങ്കിളും ആൻറ്റിയും. പിന്നെ ഇന്ദ്ര, അവളുടെ ഒരു വിവരമില്ലായിരുന്നു. ജസ്റ്റ് ബോഡിയെങ്കിലും കിട്ടുകയാണെങ്കിൽ മരിച്ചെന്ന് കണക്കാക്കായിരുന്നു. ഇത് അതിനും പറ്റാത്ത അവസ്ഥ. ഈ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ പലരും പല സൈഡിലേക്കാണ് തെറിച്ച് വീണത്. അവിടെ കൂടിയാരൊക്കെയാ ഇവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ബോധം വന്ന പാടെ അപ്പച്ചി തിരക്കിയത് ഇന്ദ്രയാണ്. പക്ഷേ അവൾ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്കിളിന് ആൻറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രത്തോളം പരിക്കില്ലായിരുന്നു. ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ച ആൾക്കാരോട് അങ്കിൾ തിരക്കി ഇന്ദ്രയെക്കുറിച്ച്. പക്ഷെ അങ്ങനെ അവിടെ ഒരു കൊച്ചിനെയും കണ്ടില്ലെന്നും ആകെ കണ്ടതൊരു ബോഡിയും പിന്നെ നിങ്ങൾ 2 പേരെയാണെന്ന് പറഞ്ഞു. പിന്നീട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു, ഒരുപാട് തെരച്ചിലൊക്കെ നടത്തി. പക്ഷേ അങ്ങനൊരു ബോഡിയോ ജീവനുള്ള ശരീരമോ ഒന്നും കാണാൻ പറ്റിയില്ല. അന്ന് ഡിപ്രഷനിലേക്ക് പോയ ആൻറ്റി പിന്നീട് അതൊരു മുഴുഭ്രാന്തിലേക്കും. കാരണം ഇന്ദ്രയെ നഷ്ടപ്പെടാൻ കാരണം
ആൻറ്റിയാണെന്നാണ് ആൻറ്റി സ്വയം മുദ്ര കുത്തുന്നത്. ഇന്ദ്ര ഒരുപാട് വരുന്നില്ലെന്ന് വാശി പിടിച്ചിട്ടും അപ്പച്ചിയാണ് നിർബന്ധിച്ച് കൊണ്ടുപോയത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വർഷം ഒരുപാടായില്ലേ. ഇപ്പോഴും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിങ്ങല മനസ്സിന്. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്കും. വലുതാകുമ്പോൾ ആരുമായിട്ടനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കായിരുന്നു 5 വയസ്സുകാരി. ഇപ്പോഴും ഉനക്കുള്ള അവ മെനക്കാതിലിருக்க. അവള് തിരുമ്പി വന്നാ നീ എന്നെ பண்ணுவேன்? അത് അവള് വന്നാ ഞാൻ തിരുമ്പി പോയേക്കാം. അനാ இந்த താലി ഊരിക്കളയേണ്ട അടുത്ത് പറയരുത്. ഇതെനിക്ക് വേണം. പേടിക്കേണ്ട. ഈ ഒരു താലിയുടെ പേരും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ശല്യപ്പെടുത്താനൊന്നും നിൽക്കില്ല. പിന്നെ ഈ താലി എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് കണ്ടപ്പോൾ തൊട്ടേ ആരവിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആരവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആൻഡ് താലി എന്നൊക്കെ പറഞ്ഞാൽ ഞാനതിന് നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. തോന്നുമ്പോൾ കെട്ടാനും തോന്നുമ്പോൾ എടുത്ത് കളയാനൊന്നും എനിക്കാവില്ല ഇതിന്. അതുകൊണ്ട് എനിക്കിത് വേണം. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല കുട്ടി. അവളിനി വരില്ല. ഇത്രയും വർഷമായിട്ടും വരാത്ത അവൾ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈ ചാൻസ് അവൾ വന്നാൽ ഞാൻ പോകണമല്ലോ. അപ്പോൾ എനിക്കിവിടെ ഒരു സ്ഥാനമില്ല. എനിക്ക് വേണമെങ്കിൽ വാശി പിടിക്കാം, എൻ്റെ ഹസ്ബൻഡാന്ന് പറയാം, പ്രൂഫ് കാണിക്കാം. പക്ഷേ അവിടെ കാതലില്ലല്ലോ. നമ്മുടെ വാൾക്കയിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട കെയർ ആൻഡ് ലവ് ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതെൻ്റെ ലൈഫാണ്. ആരുടെ കയ്യിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങാൻ പാടില്ല. പക്ഷേ ആരവിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സെൽഫിഷായിപ്പോയി. ഞാൻ കരുതി എനിക്ക് ആരവിനോടുള്ളതുപോലെ ആരവിന് എന്നോടും ഇഷ്ടമുണ്ടാകുന്നു. പക്ഷെ അത് തെറ്റായിരുന്നു. അന്ന് നൈറ്റ് ഞാൻ ആരവിൻ്റെ റൂമിൽ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ കല്യാണം പോലും നടക്കില്ലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ. ബട്ട് അപ്പോഴും ആരവ് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ആരവിന് എന്നോട് ഇഷ്ടമായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ ഇന്ദ്രയുടെ ആരവിൻ്റെയൊക്കെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് തോന്നുക ഐ വാസ് റോങ്. ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ ലൈഫ് മാത്രമല്ല ആരവിൻ്റെയും കൂടെ ലൈഫ് ഞാൻ. ഹേ മോളെ, എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. നീ അവന് കുറച്ച് ടൈം കൊടുക്കണം. എന്നോ പോയ ഒരാൾക്ക് വേണ്ടി ലൈക്ക് അവൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട. മറ്റൊന്നിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്ക്. ബൈ ചാൻസ് അവൾ വന്നാൽ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആൻഡ് ഒരു അപേക്ഷയുണ്ട് 2 പേരോടും. ദയവ് ഇത് ആൻറ്റിയെ ഇതൊന്നും അറിയിക്കരുത്. ആൻറ്റി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വെറുതെ അതിൻ്റെ സന്തോഷം കൂടെ കളയരുത്. ആൻഡ് സോറി, നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി വന്നതിന്. ഞാനിപ്പോൾ കയറി വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൻറ്റി എങ്ങാനത് കേട്ട് വന്ന് ആക്കെ പ്രശ്നമായേനെ. ഒന്ന് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് സംസാരിച്ചുവിടടാ നിനക്ക്. പെട്ടെന്ന് ഞാൻ പോവാം. ഞാനും വരുന്നടാ. ഹലോ അമ്മ, എപ്പടി இருக்கீங்க? ഞാൻ ഹാപ്പിயாக இருக்கேമ്മ. ഇവിടെ അമ്മയൊക്കെ നല്ല സ്വഭാവം. അമ്മ എന്നെ മോളെ പോലെ തന്നെയാണ് കാണുന്നത്. ഇതുവരെ ഒരു ടീ കൂടെ ഞാൻ വെക്കല. കിച്ചണിലേക്ക് എന്നെ കയറ്റാറ് പോലും ഇല്ല. മാപ്പിള അവരും സുഖമാണ് അമ്മ. ഇപ്പം പുറത്ത് പോയതാ. പാട്ടിയൊക്കെ എന്ത് ചെയ്യുന്നു? അണ്ണനൊക്കെ എനിക്ക് നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടമ്മ. നീ ഇപ്പം എന്തിനാ എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്? എനിക്ക് അവിടെ നിന്നിട്ട് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നൽ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എന്തോ ഒരു പാവാടാ. അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് എന്ന് പറയാതെടാ പട്ടി. എടാ ഞാൻ പറഞ്ഞതല്ലടാ, ഇന്ദ്ര വരുമ്പോഴല്ലേ അപ്പം നമുക്ക് നോക്കാമല്ലോ. നിൻ്റെ ഈ നിരാശാകാമുക ക്യാരക്ടർ കാണുമ്പോഴേ നിങ്ങൾ പ്രണയിച്ച് കല്യാണത്തിന് 2 ദിവസം മുന്നേ ഇന്ദ്രയെ കാണാതായ പോലെയാണ്. എടാ അന്ന് ഇന്ദ്രയ്ക്ക് പറ്റ ചെറിയ കുട്ടിയല്ലടാ. അവൾക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോയെന്ന് പോലും അറിയില്ല. തമാശയ്ക്ക് വീട്ടുകാർ പറയുന്ന കേട്ടിട്ട് അവളും അങ്ങനെ വിചാരിച്ച് കാണും. അതാ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അല്ലാതെ അങ്ങനെയൊന്നുമല്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും ഇപ്പം അവൾ ഇവിടെ ഇല്ലല്ലോ. നീ ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ടൗണിൽ പോവാം. നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ വീട്ടിൽ പോട്ടെ. എങ്കിൽ ചെല്ല്. ഇവിടെ ആളില്ലേ? ഇവിടെ പോയി. நான் பேசாத மௌனம் எல்லாம் உன் கண்கள்
ഓ വെള്ളം വീഴുന്ന സൗണ്ട് ഘടികാരം കേൾക്കും മാനമേ പോച്ച്. സോറി, എങ്ങോട്ടാ പോകുന്നേ? കോവിലക്ക് അമ്മാക്കൂടെ. കടോടെ ഇപ്പൊ എന്തുണ്ടായേ? ഓ തപ്പ് എല്ലാം എന്റെ തപ്പ. ആരാലും ഡ്രസ് ചെയ്യാത്ത റൂമിലേക്ക് കടന്നു വരൂ. എന്തെങ്കിലും കണ്ടു കാണൂ? ഏയ് എങ്ങനെ കാണാനാ, എങ്ങനെ കാണാതിരിക്കാനാ? അങ്ങേർക്ക് എന്താ കണ്ണിൽ കുരു വല്ലതും ഉണ്ടാ? എല്ലാം കണ്ടു കാണും. എന്തെങ്കിലും വിചാരിച്ചു കാണൂ? ഏയ് എന്ത് വിചാരിക്കാനല്ലേ? ഈശ്വര ഒന്നും വിചാരിച്ചു കാണല്ലേ. നൈനി അവരെ എങ്ങനെ ഫേസ് ചെയ്യും ഈശ്വര? ഇന്ന് സ്പെഷ്യലായി എനിക്കേതോ തോന്നിയിടിച്ച്. പാട്ട് കൂത്ത് അതും പോരാഞ്ഞിട്ട് ഡ്രസ്സും ഇല്ലാണ്ട് റൂമിലേക്ക് കടന്നു വന്നേക്കുക. തീരെ ബ്രെയിനില്ലേ ഇന്ദു. ഒന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ട് കയറി കുളിച്ചാൽ പോലെ. ഛേ. എന്നാച്ച്? ഞാൻ ചാർജർ എടുത്തിട്ട് പോങ്കോ? അത് ഞാനിവിടെ എവിടെയോ എനിക്ക് കാണാനില്ല, വെച്ച് മറന്നു. താങ്ക് യു. പൊന്നാരവേ എന്താ ഈ കാണിച്ചേ? ആദ്യമായിട്ട് പെൺപിള്ളേരെ കാണുന്ന പോലെ. ഇവിടെ ഇപ്പം ഞാനെന്ത് ചെയ്തു? പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ വന്നു നിന്നാൽ ആരായാലും ഒന്ന് നോക്കിപ്പോവും ഇല്ലേ? നോക്കും. എന്നാലും ഇവൾക്ക് ഇത്രയും ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് എന്ത് രസാ. എവിടത്തെ കാര്യമാടേ പറയുന്നത്? നിനക്കിതെല്ലാം അറിയണല്ലോ. അത് ശരി. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്തു? പറയാൻ സൗകര്യമില്ലെങ്കിൽ പറയണ്ടാ. എനിക്ക് നിന്റെ മറ്റേത് കിട്ടിയിട്ടൊന്നും വേണ്ട ജീവിക്കാൻ. ഛേ, നീ ഇതങ്ങോട്ടാ കുളിച്ച് കുറിയും തൊട്ട്? കുറി തൊട്ടില്ല, തൊടാൻ വേണ്ടി പോവാ. എന്നെ ആവ് വിളിച്ചു. അവരെല്ലാവരും അമ്പലത്തിൽ പോവാണത്രേ. നിന്നെ വിളിക്കാനൊന്നും ആരും ഇല്ലല്ലോ അല്ലേ? പോടാ മാമായില്ലേ. എന്നെ എൻ്റെ ഭാര്യ വിളിച്ചു. ഞാനും വരുന്നുണ്ട്. ഭാര്യയോ? അതാരാ ഭാര്യ? എടാ എന്ന് മുതൽ ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിച്ചു തരാടാ ഞാൻ. ഇപ്പോൾ എനിക്ക് സമയമില്ല. എൻ്റെ പെണ്ണിന് ഹുക്ക് ഇട്ട് കൊടുക്കണം. എന്തോന്ന് ഹുക്കേ? ഈശ്വര, ഇതൊക്കെ എപ്പോ? നീ ഉണ്ടോ? എന്നെ ആവ് വിളിച്ചതാ. അല്ലാണ്ട് നീയൊന്നും അങ്ങോട്ടും അല്ലാന്ന് എനിക്കറിയാലോ. എനിക്ക് പിന്നെ പോയാലോ? അല്ല അവര് മോളുടെ കഴിഞ്ഞില്ലേ? ആവൊന്ന് പോയി നോക്കിക്കേ. മോള് മാത്രമല്ല, നിങ്ങളുടെ മോനും ഉണ്ട്. അവനുണ്ടാ? ഒന്ന് കല്യാണം കഴിച്ചതാ. പിന്നെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ല. പോവാം. മുണ്ടോ? പിന്നെ മുണ്ടാതെ. എനിക്ക് നിന്നോട് വണക്കൊന്നുമില്ല. മുണ്ടാണോന്നാ ചോദിച്ചേ. വേ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ മുണ്ടെടുത്ത് പോകുന്നതാണ് ഉത്തമം. തൂറാത്തവൻ തൂറുമ്പോ തീട്ടം കൊണ്ടാറാട്ട്. മാമയിലേ. ഈശ്വര, അമ്പലത്തിലേക്കാ പോകുന്ന വല്ല ബോധം ഉണ്ടോ നോക്കിയാണ്ടിനു? വൃത്തിയോട് പറഞ്ഞു നടക്ക. ആന്റിയെ, ഈ പഴഞ്ചൊല്ലി ആന്റിയല്ലേ എനിക്ക് പഠിപ്പിച്ചെന്നേ. അല്ലെങ്കിൽ തന്നെ ഇത് പറയാൻ ആന്റിക്ക് എന്ത് അധികാരമുണ്ട്? ആന്റി ഫുള്ള് തീട്ട കേസല്ലേ പറയാറ്. എടാ ഒന്നും മിണ്ടാതെ നടക്കടാ. നീ പോസ്റ്റാണല്ലേ? പടാവട്ടി. ഇങ്ങനെ പെണ്ണിൻ്റെ കയ്യും പിടിച്ച് അമ്പലത്തിലേക്കൊക്കെ പോകാൻ ഒരു ഭാഗ്യം വേണം അല്ലേ? ആവൂ. അതെ അതെ. ഇവന് പാവം ഭാര്യയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പിടിച്ചു നടക്കാൻ ഒരു തൂണ് പോലും ഇല്ല. ഉറപ്പിക്കാവോ? ഇനി എന്തോ ഉറപ്പിക്കാനാ? എടാ ചറ്റേ, കണ്ണു തുറന്നു കണ്ടോ? ഇന്ദു. അമ്മ, ഞങ്ങൾ പിറകെ വന്നോളാം. അമ്മ നടന്നു. നടക്കുന്നത് ഓടുന്നൊക്കെ കൊള്ളാം. നാളെ നടക്കുന്നതിന് മുന്നേ അവിടെ എത്തിക്കോണം. ഇതിപ്പോ ആടിപ്പാടി ഉരുണ്ടും എപ്പ അവിടെ എത്താനാ? ഒന്ന് വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന പിള്ളേരെ. വേണം. ജീഷേട്ടാ, നിങ്ങൾക്ക് ഇതുവരെ 2022 വണ്ടി കിട്ടിയിട്ടില്ലേ? ഇതൊക്കെ ഒരു ബണ്ണല്ലേടി. എവിടെ ഭാര്യയും ഭർത്താവും? നീ അങ്ങോട്ട് നോക്കി അവർ ചടപ്പിക്കണ്ട. വേണേ എൻ്റെ മോത്തേക്ക് നോക്കിക്കോ. എന്താടി എൻ്റെ മോന്തയ്ക്കൊരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാ ഒരു ചൈതന്യവാ. നടക്കാം അങ്ങോട്ട്. നാട നടക്കുന്നതിന് മുന്നേ. Yemin mi kamiri tuta kurisi da yeruva
పలుకు ఆగుతున్న ప్రాణంతో పాట ఆగలేదే ప్రియలయలో నడకాగుతున్న జీవంలో నాట్యమాగలేదే ఇదేదో. ആവോ നിങ്ങളുടെ മുതലരവ് എപ്പോ? കല്യാണോ? അടുത്ത മാസം എനിക്ക് ഫൈനൽ എക്സാം. അത് കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും അല്ലേ അമ്മേ? ആൻറ്റി, ആ ഇന്ദു ഒന്ന് അവിടെ വരെ വരുമോ? അമ്മ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. അമ്മ ഞാൻ മോള് പോയിട്ട് വാ, ഇത് ഞാൻ ചെയ്തോളാം. എങ്ക നിന്റെ മാപ്പിള? പഠിക്കുക. എന്ത് പഠിക്കുക? അതല്ല, കിടക്കുകയെന്ന്. ഈ സമയത്ത്? അമ്മ മോളെ എവിടെ പോയതായിരുന്നു നീ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ തന്നെ നിൽക്കണമെന്ന്. എന്താ അമ്മ എന്തോരം പേടിച്ചെന്നറിയോ? പുറത്തുനിന്ന് ഇറങ്ങി നടന്നൂടാ. മോളെ ആരെങ്കിലൊക്കെ വന്ന് പിടിച്ചോണ്ടോയാ അമ്മയ്ക്ക് പിന്നെ ആരാ? എന്നെ ആരും പിടിച്ചു. ഞാൻ എവിടെയും പോയില്ല. അമ്മയുടെ അടുത്ത് മോളൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? ഇന്ദ്രയുടെ എൻ്റെ കുഞ്ഞുനാളിലെ ഫോട്ടോ ഉണ്ടോ അമ്മയുടെ കയ്യിൽ? ഫോട്ടോ ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം മോൾ അങ്ങോട്ട് പോകണ്ട. ആ മുറിയിൽ നല്ല ഇരുട്ടാ. ഇരുട്ടോ? ഏത് മുറിയാ അമ്മ? ദേ ഈ ചുവരിൻ്റെ അപ്പുറത്ത് ഒരു മുറിയുണ്ട്. സീക്രട്ട് മുറിയാ. മോൾക്കതറിയില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മോൾ അവിടെയല്ലായിരുന്നോ കളിച്ചിരുന്നേ? ഇപ്പോൾ വളർന്നപ്പോൾ മോളതൊക്കെ മറന്നുപോയോ? മറന്നിട്ടേ, ഇപ്പോൾ കൊഞ്ചം ஞாபகம் ഇருக்கு. മോൾക്ക് തമിഴൊക്കെ അറിയോ? കുറച്ച്. ഇവിടെ താക്കോലിരിപ്പുണ്ട്, നാളെ നമുക്ക് അത് തുറന്നു നോക്കാം കേട്ടോ. ആമാ. ഓൾഡ് ബുക്സാ? എന്നിത് ആൽബമാ? ഡയറിയാ? ടെസ്റ്റ് ഇருக்கு. இது என்னோட சைல்ட்ஹுட் ஃபோட்டோ மாதிரி இருக்கே. இப்படி ஒரு ஃபோட்டோ நான் அம்மாவோட ரூமில், ஆனால் பாட்டி ரூமுக்குள்ளையா எங்கேயோ வச்சு நான் இந்த ஃபோட்டோ பார்த்துருக்கேன். ஆனால் எனக்கு சரியாக ஞாபகம் வரல. ஹலோ அம்மா, என்னோட ஓல்டு ஃபோட்டோஸ் இருக்காங்க.
ഒന്നുപോലുമില്ല, എല്ലാം കേടായിപ്പോയി. എന്നാച്ച്? ഒരു ഫോട്ടോ കൂടെ അങ്ങ് എങ്കിലും ഇല്ല കുഞ്ഞെ, ഒന്നുപോലുമില്ല. എന്താ ഇപ്പോൾ ഓൾഡ് ഫോട്ടോ കാണാനൊരു കൊതി? ഏയ് ഒന്നുമില്ലമ്മ, സുമ. അമ്മ സാപ്പിട്ടിയാ? ആ, നീയോ? இல்லைம்மா, நான் சாப்பிட போகிறேன். சரி, நான் பின்ன கால் பண்ணுறேன். ஆ சரி. அம்மாக்கிட்ட பழைய ஃபோட்டோ கேட்டதும் இல்லைன்னு சொல்லிட்டேன். ஆனால் நான் இந்த மாதிரி ஃபோட்டோ அங்கே எங்கேயோ பார்த்துருக்கேன். இனி இந்த ஃபோட்டோ கனவில் நான் பார்த்துருக்கியா? ஏய், எனக்கொன்றும் புரியலை. എനിക്കേതോ ഇന്ദ്രവെ പറ്റി യോസിക്കുമ്പോൾ പാവം പോലെ ഇരിക്കും. അവൾക്ക് എന്ത് പറ്റി കാണും? പാവം അപ്പച്ചി. എവിടെ? ഒരാളിങ്ങോട്ട് വന്നായിരുന്നല്ലോ. അവളുടെ റൂമിലുണ്ട്, അവിടെ പിടിച്ചിരുത്തി കാണും. അയ്യോ, ആരോടെ സത്യം കേക്കട്. എന്നെ റൂമിൽ കണ്ടില്ലെങ്കിൽ എന്താ നീ ഇങ്ങനെ കിതക്കുന്നേ? எதுவும் இல்லை. இங்கே ஒரு கோக்ரோச்சனை பார்த்தேன், நான் பயந்துட்டேன். அதுதான். பரவாயில்ல, போகலாம். പോവാം. കഴിക്കാം. അമ്മ, ഞാൻ അവിടെ നിന്ന് കഴിച്ചു. നിങ്ങൾ കഴിച്ചോ? അത് ശരി, ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ അത് കഴിക്കാതിരിക്കാം? പരവായില്ലമ്മ, സ്റ്റൊമക്ക് ഫുള്ളടിച്ച് ഇനി എനിക്ക് സ്പേസ് ഇല്ല. ശരി, എങ്കിൽ മോള് പോയി കിടന്നു. എന്തായി ചിന്തിച്ചിരിക്കുന്ന? ഉറക്കൊന്നുമില്ല. എനിക്ക് തൂക്കം വരില്ല. ആരെ ഉറങ്ങിക്കോ. ഇന്ദ്ര, എന്തു? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എതുക്ക് ഇപ്പടി ഫോർമാലിറ്റീസ് എല്ലാം? சொல்லுங்க. അത് എന്നെ ഈ ആരവേ എന്നുള്ള വിളി ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക്. നീതാനാ എൻകിட்ட சொன்ன ആരവേന്ന് കൂപ്പിട്, എനിക്ക് എന്നെ കൂപ്പിട വേണാന്ന്. എന്നിട്ടിപ്പോ അത് ഈ ആരവേന്ന് വിളിക്കുമ്പോൾ കുറച്ച് സ്പേസ് ഉള്ളത് പോലെ നമുക്കിടയിൽ ഭയങ്കര അകലം ഫീൽ ചെയ്യുന്നു എനിക്ക്. അതൊക്കെ നമ്മൾ എപ്പോഴാണ് അടുത്തത്? എപ്പോഴും ഇതുപോലൊരു സ്പേസ് ആര് വെച്ചിരുന്നല്ലോ. അന്ന് എൻ്റെ മനസ്സിൽ ഫുൾ ഇന്ദ്രയായിരുന്നു. എന്നാൽ ഇന്ന് നീയാ. അച്ചോ, വാട്ട് എ ഡ്രാമ. നീ എന്നെ കൂപ്പിട്ടെ ഫസ്റ്റ് ഇന്ദ്രാന്ന്. அப்புறம் எனக்கு ஞாபகம் வந்துடுச்சு. அப்போ சேச்சே இந்துன்னு உன்னோட மனசு முழுசா இந்திரதான் இருக்க. நான் அங்கே இல்லை. நான் ஒன்று பேசட்டுமா? உனக்கு என்ன ஒரு ஒய்ஃபு അല്ല ഒരു ലവറാ കാണാൻ മുടിയില്ലെന്നാ മറ്റുള്ളവർ പറയുന്ന കേട്ട് നീ എന്നെ കാണാൻ ശ്രമിക്കണ്ട. അതിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടാനില്ല. നിനക്കും? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇത് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയിട്ട് ഞാൻ എടുത്ത തീരുമാനമാണ്, അല്ലാതെ എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ശരി, അപ്പടിന്നാ നീ നിനക്ക് തന്നെ കുറച്ച് ടൈം കൊടു. ദിടീന്ന് ഇങ്ങനെ ചെയ്യണ്ട. എനിക്കിപ്പോൾ എന്നോട് ആദ്യത്തെ ആ ഒരു ഇഷ്ടമില്ലേ? എനിക്കിപ്പോൾ അപ്പോൾ அப்படிയൊന്നുമില്ല. நான் உன்னை பார்த்ததும் இல்லை, எனக்கும் கிட்ட காதல் இருக்கு. நான் சொன்னேன்ல, அது இப்போ இருக்கு. அந்த காதலுக்கு கொஞ்சம் கூட சேஞ்ச் வரல. இப்போவும் அப்போவும் எப்போவும் நான் தான். சரி, எனக்கு தூக்கம் வருது. குட் நைட். ഇന്ദു, ഞാനൊന്ന് കിസ് ചെയ്തോട്ടെ? என்ன சொல்றீங்க? പ്ലീസ് ഇന്ദു, I can't myself. എന്താണ് മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പ്? നിനക്ക് ഇവിടെ കുടുംബശ്രീയിലൊരു മെമ്പർ ആയിക്കൂടെ? നല്ല ഭാവിയുണ്ട്. പോടാ പട്ടി. ആവു, ഞാൻ ഉങ്കിட்ட വന്ന് കേക്കട്ടുമാ? ചോദിക്കേ. ഇന്ദ്ര എപ്പിടിപ്പെട്ട പൊണ്ണാ? എന്നുവെച്ചാ അവള് എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? അതുപോലെ ക്യാരക്ടർ അതൊക്കെ എങ്ങനെയായിരുന്നു? അപ്പച്ചിയെ പോലെ തന്നെ നല്ല സുന്ദരിയായിരുന്നു. പിന്നെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നെയും ജിഷേട്ടനൊന്നും അടുപ്പിക്കില്ലായിരുന്നു. ജിഷേട്ടനാണ് സ്വന്തം ഏട്ടനെങ്കിലും അവൾക്ക് ഇഷ്ടം ആരുവേട്ടനായിരുന്നു. അതുപോലെ എനിക്കും എൻ്റെ ഏട്ടൻ്റെ അടുത്തൊരു സ്ഥാനമില്ലായിരുന്നു. ആരുവേട്ടൻ അവളുടെ എന്നാ പറയുന്നത്. അങ്ങനെ ഞാനും ജിഷേട്ടനും ഒരു ടീമും അവർ രണ്ടുപേരും ഒരു ടീമുമായിരുന്നു. എന്ത് കിട്ടിയാലും അപ്പം അത് ആരുവേട്ടന് കൊണ്ട് കൊടുക്കുമായിരുന്നേ. ഞങ്ങൾക്കൊന്നും തരില്ലായിരുന്നു. പാവം, ആരുവേട്ടനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഇരിക്കാ? ഏയ്, എവിടെ നിന്ന്? ഇതൊക്കെ വീട്ടുകാരല്ലേ എടുത്ത് വെക്കണ്ടേ? ഇവരാരും ഒന്നും എടുത്ത് വെച്ചില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ദ്ര നിനക്ക് കാണാമായിരുന്നു. ഏകദേശം നിന്നെപ്പോലെയൊക്കെ തന്നെ അല്ലേ അമ്മ? അപ്പം ഞാൻ കരുതിയത് എനിക്ക് മാത്രം തോന്നിയതാമ്മ. മോളുടെ അധികം അവളാ. എവിടെയാണോ ഇപ്പം എൻ്റെ കുട്ടി? ആരുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു.
അവളെന്ന് വെച്ചാൽ അവന് ജീവനാ. ഈ പേരും പറഞ്ഞ് അവൻ്റെ ലൈഫ് കളയുമെന്ന് വിചാരിച്ച് ഞാൻ ഇനി വിളിക്കാത്ത ദൈവങ്ങളെയൊന്നുമില്ല. ദൈവം സഹായിച്ച് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. എല്ലാം മംഗളമായിട്ട് തന്നെ നടന്നു. പിന്നെ ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം. അപ്പച്ചി ഇപ്പോൾ കുറേയൊക്കെ ഓക്കെ ആയെന്ന് പറയുന്ന കേട്ടു മാമൻ. ശരിയാണ്, മുന്നത്തേക്കാളൊക്കെ ഓക്കെയാണ്. ഇന്ദു കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആൾ ഓക്കെയാണ്. അപ്പച്ചി പെരിയ സിംഗറാണല്ലേ? ആ, നന്നായിട്ട് പാടും. ഞാൻ കേട്ടിരിക്കേ, 2 തടവ് കേട്ടിരിക്കേ. ആനാ എന്താ 2 പാട്ടും പാപ്പാ പാട്ടുതാ? ആ, ഇന്ദ്രയെ കാണാതായത് തൊട്ട് പിന്നെ ഫുള്ള് താരാട്ട് പാട്ടേ പാടാറുള്ളൂ. സെമ്മയാർക്ക് പാവം അവർ. അസുഖമൊക്കെ മാറി നല്ല സിംഗറാവട്ടെ, അറിയപ്പെടുന്ന അല്ലേ? ഒക്കെ ശരിയാവും. ഈശ്വരനല്ലേ എല്ലാം കാണുന്നുണ്ടല്ലോ. ആവൂ, ഒന്ന് ചെന്ന് നോക്കിക്കേ. ആവ് കുളിക്കുക. ആ, എന്നാൽ ഞാൻ തന്നെ ചെന്ന് നോക്കാം. എന്ത് പറ്റി സുമി, നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അല്ല ഏടത്തി, എന്താ പെണ്ണെ ആദ്യമായിട്ട് കാണുന്ന പോലെ? പിന്നെ എവിടെ എൻ്റെ മോള്? ഞാൻ അവളെ തിരക്കി വന്നതാ. കണ്ണ് തെറ്റി ഇങ്ങോട്ട് വരികയാണെന്നേ. ആഹാ, മോളിവിടെ ഉണ്ട്. മോളെ, അമ്മ എടുത്തിരിക്കെ, ഞാൻ കുടിക്കാൻ എടുക്കാം. എന്തിനും ഈ മുറ്റത്ത് ഇങ്ങോട്ട് കയറി വന്നതിനോ? അവള് പോയ പെണ്ണെ. എവിടെ ആവൂ? അവള് കുളിക്കുക. എടി, നീ എന്താ ഇങ്ങനെ പന്തം കണ്ട് പൊരിച്ചായി പോലെ നോക്കിക്കുന്നേ? എൻ്റെ സുമി, ഞാൻ നിൻ്റെ പഴയ സുഖം എടുത്തി തന്നെയപ്പോൾ. എൻ്റെ അസുഖം എല്ലാം മാറി. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. എൻ്റെ മോനെന്തേ ആരും? അവർ വെളിയിൽ പോയി. നീ ഇത് കേട്ടു സുമി? കൊച്ചു തമിഴ് പറയുന്നിപ്പോൾ. ആരാ അമ്മ? ആ, ആരിത്? കുളിയൊക്കെ കഴിഞ്ഞോ? ആ, നീ എന്താടി പെണ്ണ ഷോക്കടിച്ച പോലെ നിൽക്കുന്നേ? എന്നിട്ട് പഴയ അപ്പച്ചി തന്നെ. ആ, ഇവിടെ എത്തിയോ? ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. എന്തിന്? ഞാനത് കൊച്ചുകുട്ടിയോ? ഇടാ, എന്താടാ അവിടെ ഒരു ആൾക്കൂട്ടം? ദേ അമ്മ. നിങ്ങൾ രണ്ടും എവിടെയായിരുന്നു? ഞങ്ങൾ പുറത്തു പോയതായിരുന്നു അപ്പച്ചി. എൻ്റെ ഈശ്വര, ഇതെന്ത് കൂത്ത്? നിങ്ങളൊക്കെ എന്ത് ഈ ഒരു അന്യജീവിയെ കണ്ട പോലെ നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല മോനെ ആരു, അപ്പച്ചിക്ക് മോൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അപ്പച്ചി പറഞ്ഞോ? ഇന്ദ്രയ്ക്ക് കല്യാണപ്രായമൊക്കെ ആയി, നിനക്കും അതെ. അപ്പം ഇനി വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് കെട്ടങ്ങടെ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് അപ്പച്ചി, ആ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ എപ്പോഴാ ഏട്ടാ? എനിക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നെങ്കിലും നിങ്ങൾ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുമ്പോൾ ആവുൻ്റെയും ജിഷുവിൻ്റെയും കല്യാണം തൊട്ടടുത്ത് തന്നെ നടത്താമെന്നുള്ള പ്ലാനാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെയും കൂടെ അങ്ങ് നടത്തണം. അതിനെന്താ? ആ അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ പോവാ. ഞാനിവിടെ നിങ്ങൾക്ക് എന്താ മനുഷ്യ? നിങ്ങൾക്കിതെന്താ? ഞാനാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എന്നെ കണ്ട് കൊച്ചു കുട്ടികളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, മരുന്ന് കഴിക്കുക. എന്തിനാ കഴിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിക്കുക, ഇത് കഴിക്കുക, കുടിക്കുക, കുളിക്കുകയെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? എന്നാൽ അതൊക്കെ പോട്ടെ, അത് സ്നേഹം കൊണ്ടാണെന്ന് കരുതാം. ഇപ്പോഴാണെങ്കിലോ ഏതോ കാട്ടുമൃഗത്തെ കണ്ട പോലെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി മക്കളെ? ഒന്നുമില്ല അപ്പച്ചി, വെറുതെ നോക്കിയതായിരിക്കും. അപ്പച്ചിക്ക് അങ്ങനെയൊക്കെ ചുമ്മാ തോന്നതാ. നീ പറഞ്ഞതോടെ ഞാൻ വിശ്വസിച്ച്. മോളെ എന്നാ നമുക്ക് പോവാം. അമ്മ, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? എന്ത് പറ്റി? ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഉണ്ടാക്കുന്നേ? ഫ്രൈഡ് ചിക്കൻ. അതെന്ത് കുണ്ടാമണ്ടി? കുണ്ടാമണ്ടിയാ? അപ്പടിയാണല്ല, ഇത് ரொம்ப ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ അമ്മ ടേസ്റ്റ് പണി പാറ്. എന്നാ പിന്നെ ഞാൻ കഴിച്ചിട്ടേ പോന്നുള്ളൂ. പപ്പ, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? എനിക്ക് തോന്നുന്നു അവൾ നോർമലായിരുന്നു, അല്ലെങ്കിൽ അവൾ നോർമലായി വരുന്നു. അതേ മാമ, ആ പഴയ അപ്പച്ചിയാ ഇപ്പം നമ്മളെല്ലാവരും കണ്ടത്. എനിക്ക് ഉറപ്പാ അപ്പച്ചി പഴയ പോലെ ആവുമെന്ന്. ആവുമെന്നല്ല, ആയി. അതെ, എനിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുമ്പോഴാണ്, ഇന്ദ്ര അല്ലാതെ ഇന്ദു ആണെന്ന് അറിയുമ്പോൾ അവളുടെ റിയാക്ഷൻ പിന്നെയും പഴയപടി ആവുമെന്നൊക്കെ ഓർത്തിട്ട് എനിക്ക്. അതെ, ഞാനും അതേക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചത്. എത്രയെന്ന് വെച്ചാൽ നമ്മളെ അമ്മയുടെ അടുത്ത് കള്ളം പറയുന്നേ അത് ഇന്ദ്രയാണെന്ന്. അവൾക്ക് സ്വന്തമായിട്ട് അമ്മയും അച്ഛനൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ കള്ളം പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അമ്മ ഇപ്പം മാറി. മുന്നേ നമ്മളെ അമ്മയോട് കള്ളം പറഞ്ഞിരുന്ന പോലെയൊന്നും ഇനി പറയാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്കിപ്പോൾ നമ്മളൊക്കെ ബുദ്ധിയും ബോധമുണ്ട്. അതുകൊണ്ട് അമ്മ തന്നെ നമ്മുടെ കള്ളം പൊളിച്ച് കൈ തരും. കൂടുതലൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് പഴയ പോലെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത നമ്മുടെ അപ്പച്ചി ഇപ്പം കിട്ടി. അതുപോലെ നമ്മൾ വിചാരിക്കാത്ത എല്ലാം നടക്കും.
എല്ലാത്തിനും സമയമുണ്ടെന്നല്ലേ. അതൊക്കെ ശരിയാ. എന്നാലും ആലോചിക്കുമ്പോൾ ഒരു കുറേ കാത്തിരുന്ന് എനിക്ക് ഇവളെ പഴയ പോലെ കിട്ടിയേ. വീണ്ടും അവളെ ആ ഒരു അവസ്ഥയ്ക്ക് അങ്ങനെ പോകാണ്ടിരിക്കാൻ എന്ത് വേണേലും ഞാൻ ആ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തോന്നോ അതപ്പച്ചി ഞാൻ അവളെ ഷോർട്ടാക്കി വിളിക്കുന്നതാ എന്തോന്ന്. ഓ അങ്ങനെ. ജിഷു, നീ ഇന്ദ്രയും കൂടെ പിണങ്ങിയോ? ഇല്ലല്ലോ. എന്ത് പറ്റിയോ? ഒന്നുമില്ല, നിങ്ങൾ മര്യാദക്ക് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതാണോ പ്രശ്നം? ഏട്ടാ, ഒരു കാര്യം. എന്താ? ചേച്ചി ഇന്ദുവിനെ കൊണ്ടുപോകും അങ്ങോട്ട്. അവരുടെ കല്യാണം കഴിഞ്ഞല്ലേ, നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. മോളിന്ന് ആവൂൻ്റെ കൂടെ ഇവിടെ കിടന്നോട്ടേന്ന് അവളോടൊന്ന് പറഞ്ഞു നോക്കാൻ പറ. അമ്മ, ഞാൻ ആവുൻ്റെ കൂടെ എങ്ക പടുക്കട്ടോ. എൻ്റെ പൊന്നു കുട്ടിയൊന്ന് മലയാളത്തിൽ പറ, അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനേ ആവുൻ്റെ കൂടെ ഇവിടെ കിടന്നോട്ടേന്ന്. മോളിന് രാവിലെ മുതൽ ഇവിടെ തന്നെയല്ലായിരുന്നു. കിടക്കാനെങ്കിലും വീട്ടിലേക്ക് വന്നൂടെ? അവളവിടെ കിടക്കട്ടെ സുബു. അത് ശരി, പപ്പയും മോളും അപ്പോൾ അത് മുന്നേ തീരുമാനിച്ചുറപ്പിച്ച് എന്നോടൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചു അല്ലേ? ആ, നടക്കട്ടെ. സുമി, ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. അവൾ ഇവിടെ നിൽക്കുന്നതും അവിടെ നിൽക്കുന്നതൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ്. എന്നാ അച്ഛൻ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന? അപ്പച്ചിയുടെ അസുഖമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ആ, എനക്കും തോന്നിടിച്ച്. പുതുസാ വേറെ ഒരു ടോക്ക് അല്ലേ? നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ. അസുഖം മാറിയെന്നുള്ളത് നല്ല കാര്യം തന്നെ. പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന? അതല്ല, ഇന്ദ്രയുടെ കാര്യം വരുമ്പോൾ അപ്പച്ചി അതിനെങ്ങനെ എടുക്കുമെന്നറിയില്ല. മേ ബി പഴയ പോലെ തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ദ്ര മിസ്സിങ് ആയത് മുതലാണ് അപ്പച്ചി ഇങ്ങനെ ആയത്. ഇപ്പം നിന്നെ കണ്ടിട്ട് ഇന്ദ്ര തിരിച്ചു വന്നു എന്നാണല്ലോ അപ്പച്ചി വിചാരിച്ച് വെച്ചേക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഇത് ഇന്ദ്ര അല്ല ഇന്ദു ആണ്, തൻ്റെ മോളല്ലെന്നൊക്കെ അറിയുമ്പോൾ അപ്പച്ചി പഴയപടി ആവുമോ എന്ന് ഓർത്തിട്ടോ എനിക്ക്. അതും ശരിതാ. എങ്കിൽ പിന്നെ ഞാൻ അപ്പച്ചിയുടെ മോളാണെന്ന് തന്നെ പറയണം. ഇതൊരു കള്ളമാണല്ലോ. കള്ളങ്ങളൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ദിവസം മറന്നേക്ക് സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ പിന്നെ അപ്പച്ചിയെ നമുക്ക് എന്ത് പറഞ്ഞിട്ടും സമാധാനിപ്പിക്കാൻ പറ്റില്ല. നമ്മളോട് എല്ലാവരുടെ അടുത്തും ദേഷ്യമായിരിക്കും മറച്ചു വെച്ചതിന്. ബിക്കോസ് ഇത് നമ്മൾ മുന്നേ കണ്ട അപ്പച്ചിയല്ല. ഇവിടെ എല്ലാവരെക്കാളും ബുദ്ധിയും വിവേകവും ഉള്ള ആളാണ്. ആരത്? നിന്റെ അണ്ണൻ. എന്നാച്ച്? കല്യാണമൊക്കെ ആവാറായല്ലോ, നാളെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ. എല്ലാവരോടും കൂടെ ചെല്ലാനാ പറയുന്നത്. എല്ലാരും അത് മുടിയാത്. അതെന്താ? ആവൂന് എക്സാം അല്ലേ? ആണല്ലേ. എന്നാൽ അവർ എക്സാമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് ടൈം ആകുമ്പോഴത്തേക്കും വരട്ടെ. എന്നാലും ഒരു ദിവസം കൂടുതൽ കിട്ടും. നമുക്ക് നാളെ പോവാം. ഞാൻ കിട്ടുമെന്ന് കേൾക്കട്ടോ. നിങ്ങൾക്ക് എന്നോട് അണ്ണൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? മീൻസ് കോപം? ഐ തിങ്ക് അവന് കമ്പൽ ചെയ്തിട്ടല്ലേ എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചേ. അപ്പടിയല്ലെന്ന് മറ്റും ചൊല്ലാത്, അതെല്ലാം എനിക്കറിയാം. അന്ന് നൈറ്റിൽ അണ്ണൻ നിങ്ങളോട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ കേട്ടതാ. അപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ലായിരുന്നു. ഏട്ടനോട് അങ്ങനെ ചെയ്യല്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെന്നെ കിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ആരവിനെ കിട്ടില്ല എന്നോർത്ത് ഞാൻ സെൽഫിഷായി ആരവേ. ആ സമയത്തൊക്കെ എനിക്ക് നിൻ്റെ അണ്ണനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ എന്തിങ്ങനെ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കാതെ എന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അവൻ എൻ്റെ കൈ കിട്ടിയ കട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കും. മുത്തം കൊടുപ്പിയാലാ? നിന്നെ എനിക്ക് തന്നതിന്. അന്ന് അവൻ എന്നെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ഞാൻ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക.
എന്ന് കരുതി എനിക്ക് എൻ്റെ ഇന്ദ്രയെ ഇഷ്ടമല്ലെന്നോ ഇന്ദ്രയെ ഞാൻ മറന്നോ എന്നല്ല. അവൾക്കുള്ള സ്ഥാനം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ആ പ്ലേസിലേക്ക് ഞാൻ ഇതുവരെ ആരെയും റീപ്ലേസ് ചെയ്തിട്ടില്ല, നിന്നെപ്പോലും. ഐ തിങ്ക് ഇന്ദ്ര വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ ഇപ്പം നിന്നെപ്പോലെ ഇരുന്നേനെ. അത് ഈ കുറുമ്പ്, ജലസ് അതൊക്കെ നിനക്കും ഉണ്ട്. ജലസാ എനിക്കാ? ഇല്ലെങ്കിൽ നിൻ്റെ അണ്ണൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ നീ എന്തുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞില്ല? சரிதான். நான் ஜெலஸா, பொசசிவா, செல்ஃபிஷா எல்லாம் உன் காதலுக்காக தான். അതെനിക്കറിയാം. என்னாச்சு? ஏன் பக்கத்துக்கு வர? நான் உங்ககிட்ட இல்லாமல் வேற யார்கிட்ட போகணும்? എണീറ്റ് പോയോ? ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ? കുളിച്ച് കുറിയൊക്കെ തൊട്ട് എങ്ങോട്ടാ? എന്നക്ക് ആ അത്രയ്ക്കായോ? കാകലികൾ മൂലവേ തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே நாணத்தால் போராடை சூடிக்கொள்வேன் நானே ஆலோலம் കിളിമുത്തേവാ. അമ്മ എപ്പോൾ വന്നിട്ടേ? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. മോളിത് എവിടെ നിന്നായി വരുന്നേ? ഏട്ടത്തിയപ്പോൾ വന്നു. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ ടീ പോട്ടിട്ട് വരാം. സുമി, പിള്ളേരുടെ കല്യാണം എത്ര പെട്ടെന്ന് നടത്താൻ പറ്റുമോ അത്രയും വേഗം തന്നെ നടത്തണം. അവൻ്റെ പ്രായപാത പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ കാണാൻ പാടില്ലാത്തൊന്നും ഞാൻ കണ്ടു. ഞാനേ ഏട്ടനോട് സംസാരിക്കാം. ഇതിങ്ങനെ പോയാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലവും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ തൊട്ടാ പൊട്ടുന്ന പ്രായം. നമ്മൾ മുതിർന്നവരല്ലേ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ. നീ എഴുന്നേൽക്കുന്നതേ ഇങ്ങോട്ട് വരാനാ? ഞാൻ അവിടെയൊക്കെ കുറെ നോക്കി. ഏട്ടാ, മക്കളുടെ കല്യാണം വേഗം നടത്തണം. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കേട്ടാ. ചുമ്മാതൊന്നും ഞാൻ ഒന്നും പറയില്ല എന്ന് ഏട്ടനറിയാലോ. പിള്ളേർ ചെറു പ്രായമാണ്. വല്ലവും പറ്റിപ്പോയിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആ പഴയ ഇഷ്ടം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നല്ലോ. നീ ഇതെന്ത് കാഴ്ച കണ്ടു നീ പറയുന്നത്? ഇത് രണ്ടും കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിങ്ങൾക്ക് വീടും കൂടിയൊന്നുമില്ലേ? ഹൈ, അവിടെ തിരഞ്ഞ് ഞാൻ മടുത്ത്. അതിനെങ്ങനെ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുക നിന്റെ അമ്മ ഇങ്ങോട്ട് വരാൻ. നിന്റെ അമ്മയെ തിരഞ്ഞിപ്പോൾ ഞാൻ വന്നു, ഞങ്ങളെ തിരഞ്ഞ് നീയും വന്നു, അത്ര തന്നെ. രാവിലെ തന്നെ എന്താ ചർച്ച? അതൊക്കെ പറയാം. ഇപ്പോൾ വന്നേ പോവാം. എങ്ങോട്ട് പോകാന്നേട്ടാ? ഇതിനൊരു തീരുമാനമാക്കാതെ ഞാൻ വരുന്നില്ല. എന്തിനാ സുബു ഇത്രയും വാശി പിടിക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അതിലിപ്പോൾ വാശി കാണിച്ചാലും തെറ്റൊന്നുമില്ല. നീ വന്ന സമയം കളയാതെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഏട്ടാ, എനിക്ക് പ്രാന്തൊന്നുമില്ല. എൻ്റെ എല്ലാം മാറി. സുബു, ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രാന്തുള്ളവർ മാത്രമാണോ? പക്ഷെ അതുപോലത്തെ കഷ്ടമാണ്. രാവിലെ തന്നെ രണ്ടും കൂടെ കച്ചറ പോയ രണ്ടും. നിങ്ങളൊക്കെ എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ? മറക്കാനോ? എന്തു മറക്കാൻ? എന്തായതൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ പെരുമാറ്റത്തു നിന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ. സുബു, നീ ഇങ്ങോട്ട് വന്നേ. ഹോസ്പിറ്റലിൽ പോകാൻ ലേറ്റ് ആവും. ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം. വന്നേ ഇങ്ങോട്ട്. എന്താ ആൻറ്റി, എന്താ ഉണ്ടായേ? ആരുടെയും മോളുടെ എന്തോ ആ കാണാൻ പാടില്ലാത്തൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അയ്യേ അതല്ല, അവരിപ്പോൾ ഭാര്യയും ഭർത്താവുമാണല്ലോ. അവരുടേതായിട്ടുള്ള നിമിഷങ്ങൾ കണ്ടു കാണും. ഓ, റൊമാൻസ്. അവർ റൊമാൻസിക്കാനൊക്കെ തുടങ്ങിയ? ഹായ്, ഗുഡ് മോർണിംഗ്. വന്നോ? രാവിലെ മുതൽ ഇവിടെ തന്നെയാണല്ലോ. ആഹാ, ഞാനേ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ്, പിന്നെ എൻ്റെ പെണ്ണിൻ്റെയും വീട്ടിലാണ്. അതുകൊണ്ട് നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട കേട്ടാ. എവിടെ? അപ്പച്ചി ഹോസ്പിറ്റലിൽ പോയോ? പോയിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയൊക്കെയോ അറിഞ്ഞ്. എന്ത്? നിന്റെ കുലിച്ചത് അമ്മ പോക്കിയ കാര്യം. എന്ത്? നീയല്ലേ കുലിച്ചിച്ചത്? എന്നിട്ടിപ്പോൾ എന്തൊക്കെയാണ് നീ പറയുന്നത്? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അമ്മ രാവിലെ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നു.
പിന്നെ ഇവിടെ കണ്ട കാഴ്ചയിൽ അമ്മയുടെ വാർദ്ധക്യം വരെ പകച്ചുപോയി. എന്താ എടാ നിങ്ങളുടെ കുൽസിത എന്തോ കണ്ടടാ? അശേ ചെയ്ത നിനക്കിങ്ങനെ അശയെന്ന് പറയാമെങ്കിൽ ആ കണ്ട എൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ. അയ്യോ അമ്മ നിങ്ങളെ കെട്ടിക്കാൻ നടക്കുകടാ. അമ്മയ്ക്കറിയാം നീ പിഴച്ചവനാണെന്ന്. എടാ മാമായില്ല നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അത് ശരി, നീ കണ്ട വൃത്തിയോടൊക്കെ കാണിച്ചു വെച്ചിട്ട് എടാ മോനെ ഞാൻ വൃത്തിയോട് കാണിച്ചെങ്കിൽ അത് എൻ്റെ ഭാര്യയുടെ അടുത്താണ്, അല്ല നിൻ്റെ. അയ്യോ എൻ്റെ പെങ്ങള് ചേറ്റേ തോന്നിയാസം പറയുന്നോടാ. അത് പോയിന്റ് ആൻഡ് റിയാലിറ്റി. പക്ഷേ അമ്മയുടെ കണ്ണിൽ നിങ്ങൾ അന്യരാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കുൽസിതമാണ്. അതുകൊണ്ട് അമ്മ നിങ്ങളെ കെട്ടിക്കാൻ നടക്കുക. എടാ ഒരു തവണ കല്യാണം കഴിച്ചാലേ പിന്നെ ഇങ്ങനെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ അമ്മയോട് സത്യം എന്താന്ന് പറയേണ്ടി വരും. അയ്യോ കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കോ. അണ്ണാ വാങ്ങോ സാപ്പിടലാം. ഓ ഇവിടെ എത്തുന്നത് വരെ എനിക്ക് ചെവിക്കൊരു സുഖം തന്നിട്ടില്ല. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞാച്ചാ? ഇപ്പോൾ ഒരു പ്രശ്നമില്ലടാ, നിൻ്റെ പഴയ അമ്മ തന്നെ ഇപ്പോൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ചില വാശിയും ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ്, അത് പിന്നെ പണ്ടും മോശമൊന്നുമില്ലല്ലോ വാശിയുടെ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇപ്പോൾ ഇന്ദ്രയാണല്ലോ അവളുടെ കണ്ണിൽ, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇത് എന്താ ഇത്? ഇന്ദ്ര മോളെ എന്താ അവിടെ ഒരു ബഹളം വന്നേ? ഇത് താലി ഇതൊക്കെ സുമി എന്താ എൻ്റെ മോള്? എന്താ ഏട്ടാ ഇത് കണ്ടോ? നമ്മളെ ചതിച്ചേട്ടാ ഇവര്. ഇത് ആരാ ഇത് കെട്ടിയേ? പറ ആരാ? അപ്പച്ചി അത് ഞാനാ കെട്ടിയ. നീ ആരോട് ചോദിച്ചിട്ടാ അത് ചെയ്തേ? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയല്ലേ കണ്ടേ? എന്നിട്ട് നീ എന്നോട് ചെയ്തതെന്താ? എന്നോടൊരു വാക്ക് നിങ്ങളത് കേൾക്കുന്നില്ല ഏട്ടാ. നീ ഒന്ന് സമാധാനപ്പെടും. ഇല്ല, എനിക്ക് സമാധാനിക്കാനൊന്നും പറ്റില്ല ഏട്ടാ. ഇപ്പോൾ സുമി മക്കളെ വളർത്തുമ്പോൾ നല്ലതുപോലെ വളർത്തണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. ഏട്ടത്തി ഒന്ന് നിർത്ത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മര്യാദക്ക് തന്നെയാണ് വളർത്തിയേ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന സമ്മതം ഉണ്ടല്ലോ, ഇവളുടെ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെയാ ഇവൻ ഇവളെ കെട്ടിയേ. നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ. ഇത് നിങ്ങളുടെ മോളൊന്നുമല്ല, ഇവൾ ഇന്ദു, നിങ്ങളുടെ ഇന്ദ്രയല്ല.